വായിക്കുന്ന സമയത്ത്. അങ്ങനെ അതിനകത്ത് എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചഭൂതങ്ങളിൽ ഓരോ ഭൂതത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗ്നിക്ക് വന്നിട്ട് അശുദ്ധി ഇല്ല എന്ന് പറയും. അഗ്നിക്ക് അശുദ്ധിയില്ല. അതേപോലെ തന്നെ മെമ്മറി പവർ ഉള്ളൊരു സാധനമാണ് വെള്ളം എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ നമുക്ക് ശപിക്കുന്ന സമയത്തെ ഈ പഴയ സിനിമകളിലൊക്കെ കാണുമ്പോൾ ഈ സന്യാസിമാരൊക്കെ ശപിക്കുന്നത് അവരുടെ കയ്യിൽ പല സാധനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അല്ല ഉപയോഗിക്കുക, മറിച്ച് മന്ത്രങ്ങളെ ജലത്തിൽ ഓതിയിട്ടാണ് അവര് ശപിക്കുന്നത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അറിയാമായിരുന്നു വെള്ളത്തിനാണ് മെമ്മറി പവർ ഉള്ളത്. വെള്ളം വന്നിട്ട് അതുകൊണ്ട് തന്നെയാണ് പ്രീനാറ്റൽ ചീനെ സ്റ്റോർ ചെയ്യാനും അതിനെ ട്രാൻസ്ഫോം ചെയ്യാനും വാട്ടർ എന്ന് പറയുന്ന എലമെന്റിനെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതീയ കൾച്ചറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ ഏതെങ്കിലും പൂജകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫങ്ഷനൊക്കെ ആയിട്ട്, അത് മരണമാണെങ്കിലും ശരി, ജനനമാണെങ്കിലും ശരി, വേറെ ഏതെങ്കിലും ആണെങ്കിലും ശരി, അതിനകത്ത് തന്നെ ഈ പഞ്ചഭൂതങ്ങളുടെ റെപ്രസെന്റേറ്റീവിനെ അവിടെ വെക്കാറുണ്ട്. ഓരോന്നിനും ഓരോ പ്രാധാന്യമാണുള്ളത്. അതായത് ഒരു കാര്യത്തിന് നമ്മൾ സത്യമാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ കല്യാണത്തിന് അഗ്നിക്ക് പ്രാധാന്യം കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിക്ക് പ്യൂരിറ്റി കൂടുതലുള്ളത് കൊണ്ട് സത്യസന്ധമായിരിക്കും. അതിന് എന്താ പറയാ, മറ്റേ വേർതിരിവില്ലാത്ത ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അഗ്നി സാക്ഷി നിർത്തുന്നത്. അതേപോലെ തന്നെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നതാണെങ്കിലൊക്കെ തന്നെ വെള്ളം കൊണ്ടുവരും. അതേമാതിരി പൂജാതി കർമ്മങ്ങൾക്കൊക്കെ വെള്ളത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ മൊസാരോ ഇമോട്ടോ വന്നിട്ട് അവർ റിസർച്ച് ചെയ്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മളുടെ ഇവിടെ ഇതൊക്കെ നമ്മളൊക്കെ പലരും ഇപ്പോൾ എനിക്ക് ആരാണ് ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്കറിയില്ല പേര് പറയുമ്പോൾ. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇതൊന്നും പറയുന്നത് ആസ് സച്ച് ഒന്നില്ലെങ്കിൽ വിശ്വസിക്കും, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ തള്ളിക്കളയും. ഇതാണ് നമ്മുടെ സ്വഭാവം. അത് പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. അവരെന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിനെ വന്നിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിനോട് ക്രിസ്റ്റലൈസ് ചെയ്യുന്നതിന് മുമ്പ് ചില വാക്കുകൾ അവരുപയോഗിക്കും. അതായത് ഒന്നല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ലവ് എന്നോ, അതുമല്ലാതെ വേറെ ഏതെങ്കിലും വെറുക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ പല വാക്കുകൾ പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ എന്താ പറയുക, പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഇതേപോലെ തന്നെ ആ ക്രിസ്റ്റൽസിന്റെ ഷേപ്പിന്റെ ഭംഗിക്ക് നല്ല വാക്കുകൾ പറയുമ്പോൾ ഭംഗിയുള്ള ക്രിസ്റ്റൽസും നെഗറ്റീവ്സ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തതൊക്കെ വന്നിട്ട് അഭംഗിയായിട്ടുള്ള രൂപത്തിലാണ് കിട്ടിയതായത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദ റിസർച്ച് സ്റ്റിൽ ഗോയിങ് ഓൺ. അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഭംഗിയുള്ള ക്രിസ്റ്റൽസ് കിട്ടുന്നത് എപ്പോഴും നമ്മൾ വന്നിട്ട് നന്ദിയുള്ളവരായി തീരുമ്പോഴാണ്. അതായത് നമ്മൾ കടപ്പാടുകൾ വെക്കുന്ന വാക്കുകൾക്കാണ്. അതായത് കൃതജ്ഞത എന്നൊക്കെ പറയില്ലേ. സോ അതിനാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വൈബ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്നത് വന്നിട്ട് അദ്ദേഹം ഇതിനു മുമ്പ് റിസർച്ച് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഒരു ജലത്തിനകത്ത് കുറച്ച് വിത്തുകൾ ഇട്ടിട്ട് അല്ലെങ്കിൽ അരിമണികൾ ഇട്ടിട്ട് മൂന്ന് ഡിഫറെന്റ് ബോട്ടിലുകൾ, ഒന്നിലൊന്നും പറയാതെ, ഇനി ഒന്നിൽ വന്നിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് മാത്രം ഉപയോഗിച്ചിട്ട്, ഇനി ഒന്നിൽ നെഗറ്റീവ് അഫർമേഷൻസ് മാത്രം ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് ഒബ്സർവ് ചെയ്ത സമയത്ത് ഏറ്റവും നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞിട്ടുള്ള വെള്ളത്തിലെ വളർന്ന വിത്തുകൾക്കായിരുന്നു, അല്ലെങ്കിൽ അരിമണിക്കായിരുന്നു എന്നെങ്കിലും, അതേമാതിരി തന്നെ നെഗറ്റീവ് ഇമോഷൻസ് അഫർമേഷൻ കൊടുത്ത ആ ധാന്യം കേടുവന്നതായിട്ടും അതിലത്തെ വിത്തുകൾ മുളയ്ക്കുന്നതിന് എന്താ പറയാ, വളരെ ഒട്ടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഇല്ലാത്ത ചെറിയ മുളകളാണ് ഉണ്ടായിരുന്നതെന്നും, ഇതിന്റെ രണ്ടിലും ഇടയിലായിട്ട് ഒന്നും പറയാതെ ജലത്തിലുള്ളതിനുണ്ടായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഞാനടക്കം സത്യം പറഞ്ഞാൽ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ എടപ്പാളിൽ ഒരു ഡോക്ടർ ഹരിസാർ ഉണ്ട്. അദ്ദേഹം സുജോക്കിലൊക്കെ അഗ്രഗണ്യനാണ്, ആയുർവേദ ഡോക്ടറാണ്. അദ്ദേഹം വന്നിട്ട് എന്ത് കിട്ടിയാലും റിസർച്ച് ചെയ്തിട്ടാണ് പിന്നെ മൂപ്പര് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം ഇതേമാതിരി തന്നെയാണ് ഈ പറഞ്ഞതുപോലെ കുറച്ച് അരിമണികൾ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 3 ബോട്ടിൽ വെച്ചിട്ട് 3 ഡിഫറെന്റ് പ്ലേസിൽ ഒരേ എന്താ പറയാ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് 3 സ്ഥലത്ത് വെച്ചിട്ട്
അദ്ദേഹം നിരന്തരമായിട്ട് ഒരെണ്ണത്തിനകത്ത് നെഗറ്റീവ് എമോഷൻസും ഇങ്ങനൊരു പോസിറ്റീവ് എമോഷൻസും പറഞ്ഞു. പിന്നെ ആ തിരക്കുകളുടെ ഇടയിൽ അദ്ദേഹം പിന്നെ ഇടയ്ക്ക് വിട്ടുപോയി. പിന്നീടാണ് പെട്ടെന്ന് ഓർമ്മ വന്ന സമയത്ത് പോയി നോക്കിയ സമയത്ത് അദ്ദേഹം അതിന്റെ ഫോട്ടോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് അഫർമേഷൻ കൊടുത്ത അരിമണി ആ വെള്ളവും എല്ലാം തന്നെ ഫംഗസ് വന്ന് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് പോസിറ്റീവ് അഫർമേഷൻസ് വന്നിട്ട് ആസച്ച് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. മറ്റേത് കുറേശ്ശെ എന്താ പറയാ വെള്ളത്തിലോട് അത് പൊടിഞ്ഞ് അലിയുന്ന രീതിയിലായിട്ടുണ്ടായിരുന്നു. സോ ഇത് നുണയല്ല, ഇത് എനിക്ക് അദ്ദേഹം ഇവിടുത്തെ ഒരു ഫാക്കൽറ്റിയും കൂടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നുണ പറയുന്ന ആളല്ല, കുറച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഒരു വൺ ഓഫ് ദ ഗുഡ് പേഴ്സൺസ് ആണ്, നമ്മൾ പരിചയപ്പെട്ട് വെച്ചിരിക്കേണ്ട ഒരു മനുഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. റയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ പ്രാധാന്യം അറിയാൻ വേണ്ടി, അപ്പൊ വെള്ളത്തിന് വന്നിട്ട് അത്രയേറെ പ്രാധാന്യമുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുണ്ട്, നമ്മൾ സങ്കല്പിക്കുന്ന ദൈവങ്ങൾക്കൊക്കെ ചില പ്രത്യേക രീതിയിൽ പറയണം, ചില പ്രത്യേക ഭാഷകൾ ഉപയോഗിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ദൈവത്തിന് ഇഷ്ടപ്പെടുകയുള്ളൂ, മനസ്സിലാകത്തുള്ളൂ എല്ലാ മതവിഭാഗത്തിലും. പക്ഷെ ഈ ജലത്തിന്, പ്രകൃതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ജലത്തിന് നിങ്ങൾ ഒന്നും പഠിപ്പിക്കാതെ തന്നെ അതിന് എല്ലാ ഭാഷകളും പറയുന്നത് മനസ്സിലാവും. എല്ലാ ഭാഷയിൽ എഴുതിയാലും, ഈവൻ അവർ വന്നിട്ട് ബോട്ടിലുകളിൽ ചില അഫർമേഷൻസ് എഴുതി വെച്ചിട്ട് ആ വെള്ളം എടുത്ത് ക്രിസ്റ്റലൈസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് അഫർമേഷനും എഴുതി വെച്ചിട്ടും നെഗറ്റീവ് അഫർമേഷൻ എഴുതി വെച്ചിട്ടുള്ള ക്രിസ്റ്റൽസ് ആക്കിയപ്പോൾ പോലും ആ ഡിഫറൻസ് അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന പ്രകൃതിയിലെ ജലത്തിന് ഏത് ഭാഷയും അറിയാം, എഴുതിയാലും വായിക്കാൻ അറിയും, പറഞ്ഞാലും അതിന് മനസ്സിലാവുന്ന ഒരു അമൂല്യമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ്. പലപ്പോഴും വന്നിട്ട് അമൃത് എന്ന് പറയുന്ന വിശേഷിക്കുന്നത് പോലും പല സ്ഥലങ്ങളിലും ജലത്തിനെയാണെന്ന് പറയാറുണ്ട്. അതായത് മുഴുവനും കടലാൽ ചുറ്റപ്പെട്ട് ഉപ്പുവെള്ളം നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും കടഞ്ഞെടുത്ത ശുദ്ധജലത്തിനെയാണ് അമൃതം എന്ന് പറയുന്നതായിട്ടും പറയാറുണ്ട്. നാച്ചുറോപ്പതിയിൽ പോലും ശുദ്ധമായ ജലത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു സാധനമാണ് ജലം. സോ ആ ജലം പ്രകൃതിയിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ, സോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഒരു എന്താ പറയാ, നമ്മൾ പലപ്പോഴും ലോകങ്ങളൊക്കെ പലപ്പോഴും എന്താ പറയാ അവസാനിച്ചിട്ട് പുതിയൊരു യുഗം തുടങ്ങി എന്ന് പറയാറുണ്ട് ഭാരതീയ കൺസെപ്റ്റിലും മറ്റുമൊക്കെ. സോ ഈ യുഗങ്ങൾ തുടങ്ങുന്ന സമയങ്ങളിലും പലതും പല കാര്യങ്ങളും തിരിച്ച് നമുക്ക് ഈ യുഗത്തിലേക്ക് കിട്ടുന്നത് തന്നെ ജലത്തിന്റെ മെമ്മറി പവർ ഉള്ളത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ജലം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ ബാക്കി 4 എലമെന്റ് വന്ന ശേഷം, 3 എലമെന്റ് വന്ന ശേഷം നാലാമത്തെ ആയിട്ട് ജലം വരുന്ന സമയത്തിന് ഒരു പ്രത്യേകതയുള്ളത് എന്താ വെച്ചാൽ, ജലം ഉണ്ടായ ശേഷം മാത്രമാണ് നമ്മൾ മനുഷ്യന്മാര് ഇന്ന് ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും, അതന്നെ അതിന്റെ ആദ്യം തന്നെ എന്ന് പറയുകയാണെങ്കിൽ പ്ലാന്റ്സ് ആണ്. അത് ഫംഗസ് രൂപത്തിൽ വന്ന് അത് ചെറിയ ചെടികളായി, പിന്നെ കുറ്റിച്ചെടികളും വള്ളിച്ചെടികളുമായി മരങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ബാക്കിയുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ജീവജാലങ്ങളൊക്കെ ജലത്തിൽ വസിക്കുന്നവരായിരുന്നു. അതിനുശേഷം ജലത്തിലും കരയിലും വസിക്കുന്ന ജീവജാലങ്ങൾ ഉണ്ടായി. പിന്നെ കരയിൽ മാത്രമേ, അങ്ങനെയാണ് നമ്മുടെ എന്താ പറയാ പ്രകൃതിയിൽ ഒരു സൈക്ലിക് ഉണ്ടായെന്നാണ് മോഡേൺ സയൻസും പറയുന്നത്. സോ ജലം വന്നിട്ട് വളരെയേറെ ഇമ്പോർട്ടന്റ് വഹിക്കുന്ന ഒരു എലമെന്റ് ആണ് നമ്മുടെ ഭൂമിയിൽ തന്നെ. ഇതൊരു എന്താ പറയാ, നമ്മുടെ മനുഷ്യ സമൂഹം പണ്ടത്തെ കൾച്ചർ ഉണ്ടായത്, മനുഷ്യ സമൂഹം കൂട്ടായി താമസിച്ചത്, മൃഗങ്ങൾ കൂട്ടായി താമസിക്കുന്നത്, ഇതെല്ലാം തന്നെ ജലം എവിടെയാണോ കിട്ടുന്നത് അതിനടുത്താണ് ഈ ഓരോ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും നിലനിൽക്കുന്നതൊക്കെ തന്നെ. സോ വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവജാലങ്ങൾക്കൊന്നും തന്നെ സർവൈവൽ ഇല്ല. സോ അത്രയേറെ പ്രാധാന്യമുള്ളൊരു എലമെന്റ് ആണ് വാട്ടർ എലമെന്റ് എന്നുള്ളത്. ആ വാട്ടർ എലമെന്റിലെ കിഡ്നി എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്കറിയാം. കിഡ്നിയാണ് നമ്മുടെ പ്രീനാറ്റൽ ചീ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഉപയോഗിക്കുന്നതും. നമ്മളുടെ ശരീരത്തിലെ ടോക്സിക് ഫിൽട്രേഷനിൽ, പ്രത്യേകിച്ച് ലിക്വിഡ് എന്ന് പറയുന്ന സാധനത്തിന് ഉണ്ടാവുന്ന എല്ലാ ടോക്സിക് എലമെന്റ്സും ഫിൽട്ടർ ചെയ്യുന്നത്. ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിനകത്ത് ഓർമ്മ വരിക ചായ അരിപ്പയോ അല്ലെങ്കിൽ ജ്യൂസ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അരിക്കുന്ന അരിപ്പയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു അരിപ്പയല്ല ഇത്. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അരിപ്പയ്ക്കകത്ത് നമ്മൾ, ഒരു മിനിറ്റ്, ആരോ ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ജ്യൂസ് കടയിലും മറ്റൊക്കെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചായ അരിക്കുമ്പോൾ നല്ലതും ചീത്തയും കൂടെയുള്ള ലിക്വിഡിന് ഒഴിക്കുന്ന സമയത്ത്
ചീത്തയൊക്കെ തടഞ്ഞു നിൽക്കുകയും ആവശ്യമുള്ളതാണ് താഴോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴോട്ട് എന്ത് വെക്കണം? ഒരു പാത്രം വെച്ചിട്ട് അത് ഫിൽട്ടർ ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ കിഡ്നിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളി ആവശ്യമുള്ളതിനെ അവിടെ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതരം രീതിയിലുള്ള ഫിൽട്രേഷൻ പ്രോസസ്സാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അനാട്ടമി ഫിസിയോളജി കുറച്ചായിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഫംഗ്ഷൻ വീതം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് നന്നായിട്ട് നമ്മുടെ ശരീരത്തിന്റെ മറ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അനാട്ടമിയും ഫിസിയോളജിയും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ഓർഗൻ നിന്നാണ് ഇതിനകത്തേക്ക് പോകുന്നത്, എവിടെയൊക്കെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളിപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് കുറേയായി, ഇതിനകത്ത് തന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ടതാണെങ്കിൽ നിങ്ങൾക്ക് കുറേയേറെ യൂസ് ചെയ്യണ്ടാവും. പിന്നെ ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഒന്ന് അറിയിക്കണം എന്നുള്ളത്. പക്ഷെ നമ്മളുടെ യൂട്യൂബ് കേട്ടിട്ട് എവിടെ നിന്നൊക്കെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നത്, നമ്മളുടെ ഈ ട്രയാങ്കുലർ പോയിന്റ്സ് അല്ലെങ്കിൽ ബുദ്ധ പോയിന്റ്സ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ഷേപ്പിലിടുന്ന പോയിന്റ്സ് യൂസ് ചെയ്തപ്പോൾ വളരെയേറെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഒരു കോൾ വന്നവര് ഈ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദയവായിട്ട് പറയുന്നതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബാക്കിൽ തേർഡ് ജിയോയിലായിട്ട് വരുന്ന മറ്റേ എന്താ പറയാ ജോഡിയായിട്ടുള്ള നമ്മുടെ കൈയിന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കൈമുഷ്ടിയുടെ വലിപ്പത്തിലുള്ള 2 ഓർഗനാണ്. നമ്മുടെ ഹാർട്ടും ഏകദേശം മുഷ്ടിയുടെ അതേ ഷേപ്പ് തന്നെയാണ്, സൈസാണ്. ഓക്കെ, അത് ആക്ച്വലി നമ്മുടെ ലോവർ റിബ് കേജിന്റെ അവിടെയാണ് ഇത് വരുന്നത്. കുറച്ച് ഭാഗം റിബ് കേജിന്റെ ഭാഗത്തും ബാക്കി കൂടുതൽ ഭാഗങ്ങൾ റിബിന് താഴെയായിട്ട് വരും. മുതുകിലാണ് ബാക്ക് സൈഡിൽ. ഓക്കെ, നമ്മൾ പൊതുവെ മോഡേൺ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ വേസ്റ്റിൽ റിമൂവിന്, അതായത് ലിക്വിഡ് വേസ്റ്റ് മറ്റേ നമ്മുടെ ശരീരത്തിനകത്തുനിന്നുള്ള ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഓർഗൺ ആയിട്ട് മാത്രമാണ് ഇതിനെ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. പിന്നെ വന്നിട്ട് ഹോർമോൺ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയും. നമ്മുടെ ശരീരത്തിനകത്ത് pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മോഡേൺ സയൻസ് പറയാറുള്ളത്. ഓക്കെ, വേസ്റ്റ് റിമൂവൽ നമുക്കറിയാം. ബ്ലഡിൽ നിന്നുള്ള യൂറിനും മറ്റുള്ള വേണ്ടാത്ത വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ അത് കളയുന്നു. അതേമാതിരി തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ബാക്കി സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എക്സസ് ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് കളഞ്ഞ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതേമാതിരി തന്നെ സാൾട്ടിന്റെ അളവൊക്കെ. സോ ഈ കാൽഷ്യം മറ്റേ നമുക്കറിയാം ബോണായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പൊട്ടാഷ്യം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ നെർവ് സിസ്റ്റത്തിനും മസിൽ സിസ്റ്റത്തിനും എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ്. സോ പൊതുവെ മറ്റേ മോഡേൺ മെഡിസിനിൽ ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ് കിഡ്നിയുടെ ഫങ്ഷനാലിറ്റിയെ കുറിച്ച് പറയാറുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുക, എന്നിട്ട് യൂറിയനെ പുറത്ത് കളയുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം പറയുക. പക്ഷെ TCMൽ അങ്ങനെയല്ല. TCMനെ സംബന്ധിച്ചിട്ട് നമ്മുടെ റൂട്ട് ഓഫ് ലൈഫ് എന്നാണ് കിഡ്നിനെ പറയാറ്. കാരണം ജീവന്റെ വേരെന്ന് പറയണം. എങ്ങനെയാണോ ഒരു മരം മുളയ്ക്കുന്നതിന് മുമ്പ് അതിന്റെ ആദ്യത്തെ ആണി വേര് അല്ലെങ്കിൽ മദർ റൂട്ട് എന്ന് പറയുന്നത്, അതേമാതിരി തന്നെ നമ്മുടെ ജീവന്റെ റൂട്ട് തന്നെ കിഡ്നിയാണ് അല്ലെങ്കിൽ വാട്ടർ എലമെന്റ് ആണ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ വാട്ടർ എലമെന്റ് ആണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻ ആൻഡ് യാങ് എനർജി, അതായത് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന തണുപ്പിനെയും ചൂടിനെയും ബാലൻസ് ചെയ്യുന്നതിൽ വളരെയേറെ പ്രാധാന്യം വഹിക്കുന്ന ഒരു സാധനമാണ് കിഡ്നി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ TCM പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രോത്ത്, നമ്മുടെ മറ്റേ വളർച്ച, അങ്ങനെ ഓരോ ഘട്ടത്തിലും വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ്, അതേമാതിരി തന്നെ നമുക്ക് ശേഷം നമുക്ക് പിന്തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്കുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പ്പെട്ടുള്ള സാധനങ്ങൾ, നമ്മളുടെ ഏജിങ്, നമ്മളുടെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതേമാതിരി തന്നെ നമ്മുടെ സ്ട്രക്ചറൽ പാർട്ട്, പ്രത്യേകിച്ച് ബോണിന്റെ എന്താ പറയാ മാസ്റ്ററാണ് വാട്ടർ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ആ ബോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്ട്രക്ചർ പ്രോപ്പറായി ഇരിക്കത്തുള്ളൂ. അപ്പോൾ സ്ട്രക്ചറൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വാട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമ്മുടെ ഗ്രോത്ത്, അതായത് ഓരോ കാലഘട്ടങ്ങളിലും നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകും. പ്രായത്തിനനുസരിച്ചിട്ട് ഈ ഗ്രോത്തിനോ ഡെവലപ്മെന്റിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വാട്ടറിന്റെ ഇംബാലൻസ് ആണ്. റീപ്രൊഡക്ഷൻ ആയിട്ട് ഏജിങ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് തന്നെ ഇഷ്യൂസ് ഉണ്ട്, ഒരാള് ഒരേ ഏജ് ആയിരിക്കും, 50 വയസ്സായിരിക്കും രണ്ടുപേരും,
സമയത്ത് ചില ആൾക്കാരെ കാണുന്ന സമയത്ത് 40-45 വയസ്സേ തോന്നിക്കത്തുള്ളൂ. ചില ആൾക്കാരെ വന്നിട്ട് 50 വയസ്സാണെങ്കിൽ പോലും 60 വയസ്സിന്റെ വ്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇതെല്ലാം തന്നെ വാട്ടറിന്റെ മറ്റേ മറ്റേ 50 വയസ്സുള്ളവർ 50 വയസ്സായിട്ട് തന്നെ കാണണം അല്ലേ? അല്ലാണ്ട് 60 വയസ്സായി തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം എക്സസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടറിന്റെ ഇംബാലൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് യാങ് കൂടുതലുള്ള ആളുകൾ, വാട്ടറിൽ യാങ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഓവർ ഏജിങ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ കിഡ്നീനെ പറയുമ്പോൾ പലപ്പോഴും കിഡ്നിയുടെ ഇന്നും യാങ്ങും പറയും. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പും യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടും. ഓക്കെ, മറ്റേ കണ്ട അപ്പൊ സാറേ ഈ യുബിന്റെ ആ പ്രശ്നമാണോ ഈ ഏജിങ്ങിന്റെ പ്രശ്നം വരുന്നത്? വാട്ടറിന്റെ പ്രശ്നമാണ്. അതാണ് വാട്ടറിൽ യുബി, പിന്നെ യൂറിനറി ബ്ലഡ് അല്ലേ യാങ്, അപ്പൊ അതിന്റെ പ്രശ്നമാണോ സാർ? അങ്ങനെയല്ല, ഇവിടെ ഇൻ ആൻഡ് യാങ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലായിട്ടാണ് പറയുക. അതിനല്ല യുബിന്ന് എടുക്കരുത്, ചൂട് തണുപ്പെന്ന് വേണം എടുക്കാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, അല്ലാണ്ട് യുബി ആയിട്ട് കൺസിഡർ ചെയ്യരുത്. നമ്മുടെ ശരീരത്തിനകത്ത് ചൂട് കൂടുതലാണെങ്കിൽ വാട്ടറിന്റെ ഇൻഡെഫിഷ്യൻസി, അപ്പോൾ ചൂട് കൂടുതലാവും. ഓക്കെ, വാട്ടറിന്റെ യാങ് ഡെഫിഷ്യൻസി ആണെങ്കിൽ തണുപ്പ് കൂടുതലായിരിക്കും. അത് യൂറിനറി ബ്ലാഡർ കിഡ്നിന്ന് ഡിവൈഡ് ചെയ്യണ്ട, കിഡ്നീനെ തന്നെയായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആയോ മാം? ഓക്കെ ഓക്കെ, ചൂട് കൂടുതലാണെങ്കിൽ യിങ് ഡെഫിഷ്യൻസി അല്ലേ? അതെ, ഇന്നെന്ന് പറയുന്നത് തണുപ്പാണ്. തണുപ്പ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചൂട് കൂടും, ചൂട് കുറയുമ്പോൾ തണുപ്പ് കൂടും. മനസ്സിലായി. ഓക്കെ, അതേമാതിരി തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ഒരാൾക്ക് ചുടുവെള്ളത്തിൽ കുളിക്കാവോ പച്ചവെള്ളത്തിൽ കുളിക്കാവോ ഏതാ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറലി പച്ചവെള്ളമാണ്. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇൻഡെഫിഷ്യൻസി ആണോ യാങ് ഡെഫിഷ്യൻസി ആണോ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പ്രൂഫ് ചെയ്യാം. ഈവൻ മറ്റേ ചുടുവെള്ളത്തിൽ കാല് മുക്കി വെക്കണമെങ്കിൽ തണുപ്പുള്ള ആൾക്കാണെങ്കിൽ ചുടുവെള്ളം കാല് വെക്കണം, ചൂടിന്റെ കാരണമാണെങ്കിൽ തണുത്ത വെള്ളം കാലിൽ വെക്കണം. ഒരു എക്സാമ്പിൾ പറയാൻ ചോദിച്ചത് കൊണ്ട്, ഊട്ടിയിലോ മുന്നാറിലോ നല്ല തണുപ്പ് സമയത്ത് ഒരാൾക്ക് പോയി പെട്ടെന്ന് തലവേദന വന്നു വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ സമയത്ത് അവിടെ തണുപ്പാണ് ക്ലൈമറ്റ്, അപ്പൊ ഈ ബോഡിയിൽ ഹീറ്റ് വരുന്നു എന്ന് പറഞ്ഞാല് ഇൻ എക്സസ് ആണ്, യാങ് ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ അവരോട് എന്താണെന്ന് വെച്ചാൽ ചുടുവെള്ളം കിട്ടുമെങ്കിൽ ചുടുവെള്ളം ഒരു ബേസിൻ്റെ ഒഴിച്ചിട്ട് കാല് വെക്കാൻ പറയാം. കാല് മുക്കി കഴിഞ്ഞാൽ ആ തലവേദന കുറയും. അതേ സമയത്ത് നേരെ തിരിച്ച് നല്ല ചൂടുള്ള സമയത്ത് ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചൂടുള്ള സ്ഥലത്ത് പോയി അവിടെയാണ് മറ്റേ അല്ലെങ്കിൽ ചൂട് കൊണ്ടിട്ട് വന്നവർക്കാണ് ഈ തലവേദന എങ്കിൽ അപ്പൊ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് തണുത്ത വെള്ളത്തിൽ കാല് വെക്കാൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയും. മൈഗ്രെയിനും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ മൈഗ്രെയിൻ ചെയ്യണ സമയത്ത് അവർക്ക് ഇന്നാണോ യാങ്ങാണോ എന്നുള്ളത് മാത്രം കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിനകത്ത് ആ പെയിൻ സബ്സിഡൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സാർ ഒരു സംശയം, സാധാരണ നമ്മൾ കുളിക്കുന്നത് നോർമൽ വെള്ളത്തിലല്ലേ? അപ്പൊ ഈ യാങ്ങിന്റെ ഈ പറയുന്ന പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ പ്രായമുള്ള ഒരാളുണ്ട്, അവർക്ക് ആൾറെഡി മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ ആണ്, ബോഡിയൊക്കെ ഹെവിനെസ് ആണ്, അവർക്ക് പിന്നെയും പോയി നിങ്ങൾ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറയുന്നത് റെക്കമെൻഡഡ് അല്ല. അപ്പോൾ കുറച്ച് വാം വാട്ടറിൽ കൊടുക്കണം. അതേ സമയത്തായിട്ട് കുട്ടികളുണ്ട്, നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ഭയങ്കര എനർജറ്റിക് ആണ്, അവർക്ക് ചുടുവെള്ളത്തിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവരിൽ പിന്നെയും എക്സസ് ഹീറ്റ് വരും. അങ്ങനെയുള്ളവർക്ക് പച്ചവെള്ളമാണ് നല്ലത്, പ്രത്യേകിച്ച് തണുപ്പ് വെള്ളം. അല്ല സാർ, ഇപ്പോ പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ച് ശീലമില്ല ഒരാൾക്ക്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ യങ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ പച്ചവെള്ളം കുളി നിർത്തണോ? അങ്ങനെ ആണെങ്കിൽ നല്ലത് വാം വാട്ടറിൽ കുളിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിനേക്കാളും ഒരു തിരി കൂടുതലുള്ള വെള്ളം. ഇൻ എക്സസ് ഉള്ള ആളുകളിലേക്ക് പച്ചവെള്ളം കുളിക്കുന്നത് അത്ര റെക്കമെൻഡഡ് അല്ല. ഡിസീസ് വൈസ് ആണ് ഞാൻ പറയുന്നത്. ഒരാൾക്ക് വയ്യായെങ്കിൽ, അസുഖം ഉണ്ടെങ്കിൽ, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർക്ക് കുഴപ്പമില്ല അല്ല. ഓക്കെ താങ്ക് യു. ഓക്കെ, സോ നമ്മുടെ വൈറ്റാലിറ്റി, അതേമാതിരി തന്നെ വളർച്ച, അതേമാതിരി തന്നെ ബോൺ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അതേമാതിരി തന്നെ നമ്മുടെ കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കേൾവി തകരാറ്, അതല്ലെങ്കിൽ മറ്റേ ടിനീറ്റസ്, കാതിൽ ഏത് സമയത്തും മറ്റേ അരിക്കുക എന്നൊക്കെ പറയില്ലേ, എപ്പോഴും ബഡ്സോ എന്തെങ്കിലും ഇട്ടുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇംബാലൻസ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതേമാതിരി തന്നെ വിൽ പവർ, നമ്മളുടെ വിൽ പവർ ഡിസൈഡ് ചെയ്യുന്നത് വാട്ടറാണ്. വാട്ടറിന്റെ ഇംബാലൻസിനനുസരിച്ച് വിൽ പവർ കൂടുകയും
നന്നായിട്ടാണ് ഉള്ളതെങ്കിൽ വിൽ പവർ നന്നായിരിക്കും. വാട്ടർ ഡെഫിഷ്യന്റ് ആണെങ്കിൽ ഈ വിൽ പവർ മാറി വയറ്റിലേക്ക് പോകും. നമ്മുടെ ഓവറോൾ വൈറ്റാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്ടറിനെയാണ്. വേസ്റ്റ് മെറ്റബോളിസത്തിൽ വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. ജിങ്, അത് നമ്മുടെ പ്രധാനപ്പെട്ട എസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീനാച്ചുറൽ സിയോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എല്ലാം തന്നെ വാട്ടറിനെയാണ് കണക്ട് ചെയ്യുക. സോ ദ റൂട്ട് ഓഫ് ലൈഫ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് ഇന്നേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വാട്ടറാണ്. എല്ലാ ഇൻ ആൻഡ് യാങ് ഓർഗൻസിനെയും ബാലൻസ് ചെയ്ത് നിർത്തണമെങ്കിൽ, അതിന്റെ ഹാർമണി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നന്നായിരിക്കേണ്ടത് വാട്ടറിന്റെ ബാലൻസ് ആണ് നന്നായിരിക്കേണ്ടത്. സോ പ്രധാനപ്പെട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോറിങ് ജിങ് എസൻസ്, അതായത് പ്രീനാറ്റൽ സി, നമ്മുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, റീപ്രൊഡക്ഷൻ, ഈ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ് ഒരാളുടെ ലൈഫിൽ, ഒരു ജീവനിൽ. അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ മാസ്റ്റർ വാട്ടറാണ്. അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് വാട്ടർ മെറ്റബോളിസത്തിന് കറക്റ്റ് ചെയ്യുകയും അതിലൂടെ ലങ്സിന് സപ്പോർട്ട് ചെയ്യുന്നതും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പോലും വാട്ടർ മെറ്റബോളിസത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ ഫ്ലൂയിഡും വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കണക്കുന്നു. അതേമാതിരി തന്നെ ബോൺസ്, ബ്രെയിനിന്റെയൊക്കെ മാസ്റ്റർ കിഡ്നിയാണ്. ഓക്കെ, സോ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനൊക്കെ വന്നിട്ട് ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു സാധനമാണ് കിഡ്നി. ഓക്കെ, നമ്മുടെ ബോൺസ്, ബോൺ മാരോസ്, ബ്രെയിൻ ഫങ്ഷൻസ് ഇതെല്ലാം തന്നെ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, ഇയർ ബാലൻസ്, ഇതെല്ലാം തന്നെ വാട്ടർ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ്. അതേമാതിരി തന്നെ നമ്മുടെ വിൽ പവർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വാട്ടറാണ്. അത് എക്സസ് ആകുമ്പോൾ വിൽ പവർ ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. നോർമൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വിൽ പവർ ആയിരിക്കും. ഇത് ഡെഫിഷ്യന്റ് ആകുമ്പോൾ അത് ഭയമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതേമാതിരി തന്നെ ഈ ഫിയർ ഒരു എക്സസ് ലിമിറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോൺ മൂവ്മെന്റ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ഫിസിക്കലി ഇഷ്യൂസ് ഇല്ലെങ്കിൽ പോലും, ഫിസിക്കലായിട്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ അവരുടെ കൈകളും കാലുകളും ഒക്കെ മടക്കാനും നിവർത്താനൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ ഉണർന്നിരിക്കുന്ന സമയത്ത് അവർക്ക് കൈകളും കാലുകളും മടക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാവും. അത് ആക്ച്വലി വന്നിട്ട് ഫിസിക്കലായിട്ട് അവർ എന്ത് തന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിനകത്തൊന്നും ഒരു കുഴപ്പവും കണ്ടുപിടിക്കാൻ, എമോഷണൽ ലെവലിൽ മാത്രം ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അതിന് പ്രായമൊന്നും വേണമെന്നില്ല. ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള ഉറക്കത്തിൽ മാത്രം എന്തുകൊണ്ട് പറ്റുന്നില്ല, ഈസി ആവുന്നേ? അപ്പൊ ആ എമോഷൻ അവിടെ വർക്ക് ആവണില്ല. എല്ലാ കേസസിലും അല്ല. അപ്പൊ ഒരാൾക്ക് ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ കാല് മടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉറക്കത്തിൽ കാല് മടക്കിയാലും അവർക്ക് വേദന ഉണ്ടാവും. പക്ഷെ എമോഷണൽ ഫാക്ടറിലാണെങ്കിൽ ഉറക്കത്തിൽ അവർക്ക് നിങ്ങൾ കാല് മടക്കി നോക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് അങ്ങനത്തെ ക്ലയൻസിനെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടാവില്ല, ഇന്ന് ക്ലാസ്സിലായിട്ട് ഇത് ആദ്യമായിട്ടാണ് പറയുന്നത്. ഈ ഇടയ്ക്ക് പ്രശ്നം അങ്ങനല്ല, അത് മറ്റേ എഫക്ട് ചെയ്യുന്നത് എമോഷണൽ ഫാക്ടർ എവിടെ എഫക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ബോഡി റെസ്പോണ്ട് ചെയ്യും. എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഭയം കാരണം അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബോഡി മൂവ്മെന്റിനെയും ബാധിക്കും. ചില കുട്ടികൾ പരീക്ഷ ദിവസം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽവേദന ഉണ്ടാവും, ചിലർക്ക് വയറുവേദന ആയിരിക്കും, ചിലർക്ക് തലവേദന ആയിരിക്കും. ഇപ്പൊ ബോണുമായിട്ട് പരീക്ഷ സമയത്ത് ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിൻ ആണ് പറയണതെങ്കിൽ അത് വാട്ടർ ഇംബാലൻസ് ആണ്. അതേ സമയത്ത് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് എർത്തിന്റെ ഇംബാലൻസ് ആണ്. തലവേദനയായിട്ടാണെങ്കിൽ ഫയറിന്റെ ഇംബാലൻസ് ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ മെറീഡിയൻ പാത്ത് നമുക്കറിയാം. കിഡ്നി എന്ന് പറയുന്ന മെറീഡിയന്റെ പാത്ത് എവിടുന്ന് തുടങ്ങും? കാലിന്റെ അറ്റത്തു നിന്നാണ്. ഈ ചിത്രത്തിൽ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ മഞ്ഞ ഡോട്ട് നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അത് പതുക്കെ ആംഗിളിന്റെ ഭാഗത്തേക്ക് വന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറി കാലിന്റെ ഇന്നർ മസിൽസിന്റെ ഭാഗത്തുകൂടി ബാക്ക് സൈഡിലൂടെ വന്ന് മുട്ടിന്റെ ബാക്കിലേക്ക് വന്നിട്ട് എഡ്ജിൽ കൂടി വന്ന് നമ്മുടെ തൊടയിൽ കൂടി കയറി നമ്മളുടെ ജെനിറ്റൽ ഓർഗണിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇന്റേണലി ഒരു മെറീഡിയൻ വന്നിട്ട് നമ്മുടെ ബട്ടക്സിന്റെ അകത്തുകൂടെ പോയി നമ്മുടെ കോക്സിലേക്ക് കയറി ബോണിന്റെ അകത്തുകൂടെ പോയി കിഡ്നിനെയും യൂറിനെയും ബ്ലാഡറിനെയും കവർ ചെയ്തിട്ട് അത് വീണ്ടും പുറത്തേക്ക് വന്നിട്ട് വയറിൽ നിന്നും 2 ചൂണില്ല 0.5 ചൂൺ മാറിയിട്ട് പോകുമ്പോൾ അവിടുന്ന് പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് യൂറിനറി ബ്ലാഡറിലേക്ക് അത് കണക്ട് ആവുന്നുണ്ട്. ഒരെണ്ണം അകത്തുകൂടെ പോയി ലിവറിനെയും ലങ്ങിനെയും കണക്ട് ചെയ്ത് ഹാർട്ടിനും പെരിക്കാർഡിനെയും കവർ ചെയ്യും. എക്സ്റ്റേണൽ വരുന്നത് ചെസ്റ്റിന്റെ അവിടെ
സമയത്ത് 2 ചൂൺ മാറി വശങ്ങളിലേക്ക് വന്ന് ക്ലാവിക്കൽ ബോണിന്റെ അവിടെ അവസാനിക്കും. നേരെ നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്തേക്ക് പോകും. ഇതാണ് മെറീഡിയന്റെ പാത്ത്. ഞാനിപ്പോ കമ്പൈൻ ചെയ്ത് പറഞ്ഞു, ഇന്റേണലും എക്സ്റ്റേണലും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആദ്യം കാണുന്ന ചിത്രത്തിനകത്ത് എക്സ്റ്റേണൽ മെറീഡിയൻ കാണിച്ചിട്ടുണ്ടാവും. കാലിന്റെ മധ്യഭാഗത്ത് നിന്ന്, അല്ല മറ്റേ 1/3 അപ്പർ റീജിയനിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിരലുകളുടെ താഴെ നിങ്ങൾ കാലിനെ മടക്കി വെച്ചിട്ട് വിരലുകളൊക്കെ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുഴിയായിട്ടുള്ള ഭാഗമാണ്. നടന്നു പോകുമ്പോൾ സമതലമല്ലാത്ത കല്ലുകളുള്ള പാതയിൽ കൂടി പോകുമ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് തട്ടുന്നതെങ്കിൽ നല്ല വേദന ഉണ്ടാവും. അതാണ് K1 എന്ന് പറയുന്ന ഭാഗം. അതായത് ലൈഫ് സേവിങ് പോയിന്റ് എന്നാണ് ഇതിനെ പറയാ. അത് പതുക്കെ കാലിന്റെ ഇന്നർ വശത്തുകൂടെ വന്ന് നമ്മളുടെ മറ്റേ കാലിന്റെ പാദവും നമ്മുടെ കാലും കൂടി ചേരുന്ന ഭാഗത്തുകൂടെ വന്ന് നമ്മുടെ ആംഗിൾ ബോണിന്റെ സൈഡിലൂടെ കയറി ബാക്കിൽ ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ തിരിച്ച് മുകളിലേക്ക് കയറി പോകുന്നു. ഇന്റേണൽ മെറീഡിയൻ വന്നിട്ട് നിങ്ങൾക്ക് ബ്ലൂ കളറിൽ കാണാം. പൊതുവെ പറയുന്ന സമയത്ത് നമ്മൾ ഇന്റേണൽ മെറീഡിയനെ പറയാ മറ്റേ ജെനിറ്റൽ ഓർഗനെ സറൗണ്ട് ചെയ്ത ശേഷം യൂറിനറി ബ്ലാഡറിലേക്കും കിഡ്നിയിലേക്കും പോകും. അതിനുശേഷം ചെസ്റ്റിന്റെ അവിടെ എത്തുന്ന സമയത്ത് അത് നേരെ ഒരെണ്ണം മറ്റേ ഡൈവേർട്ട് ചെയ്ത് ലൂ കണക്ടിങ്ങിലൂടെ ഡൈവേർട്ട് ചെയ്ത് പെരിക്കാർഡിയത്തിനെയും ഹാർട്ടിനെയും ടച്ച് ചെയ്യും. എന്നിട്ട് ക്ലാവിക്കൽ ബോണിന്റെ അവിടെ നിന്ന് 27 ഫിനിഷ് ചെയ്ത് അവിടെ നിന്ന് നേരെ കഴുത്തിലൂടെ വന്നിട്ട് നമ്മുടെ വായിന്റെ അവിടെ വന്ന് നാക്കിന്റെ ഇടയിൽ വന്നിട്ട് അവസാനിക്കുന്നതാണ് പറയാ. പക്ഷെ നമുക്ക് ഈ മെറീഡിയൻ പറയുമ്പോൾ തന്നെ ഒരു എക്സ്റ്റേണൽ മെറീഡിയൻ പാത്വേ ഉണ്ട്, പിന്നെ ഒരു ഇന്റേണൽ മെറീഡിയൻ പാത്വേ ഉണ്ട്, പിന്നെ ഡൈവർജന്റ് ചാനൽ എന്ന് പറയും, സ്നൂസ് ചാനൽ പറയും, പിന്നെ ലൂ കണക്ടിങ് ചാനൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ സബ് ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഈ എക്സ്റ്റേണൽ മെറീഡിയൻ മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെന്റിന് പൊതുവെ ഉപയോഗിക്കാറ്. പിന്നെ ലൂ കണക്ടിങ് പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ മെറീഡിയൻസും കൂടെ ഉണ്ട്. അത് ഇന്റേണലി വർക്ക് ചെയ്യുന്നതാണ്. ഡൈവർജന്റ് ചാനലും ഇന്റേണലി വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ സ്നൂസ് ചാനൽ എന്ന് പറയുന്നത് ഏറ്റവും സൂപ്പർഫിഷ്യൽ ഇങ്ങനെ മെറീഡിയൻസിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഞാൻ ഇത് ആദ്യമേ പറയുമ്പോൾ തൊട്ട് പറഞ്ഞു തുടങ്ങണായി, നിങ്ങൾക്കല്ലാണ്ട് മറ്റേ ബാച്ചിന് മാത്രമാണ് പറഞ്ഞു കൊടുത്തിട്ട്. ഒരു മിനിറ്റ് കേട്ടോ, ആരോ ഒരാളും കൂടെ കയറിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, അതൊരു 10 മിനിറ്റ്. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ആരോ ഒരാൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്ക്രീൻ എക്സിറ്റ് ആയോ? ദയവായിട്ട് ക്ലാസ്സിൽ വരുന്നവര് ഒന്നിത്തിരി ഒരു 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ കുഴപ്പമില്ല. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അകത്തേക്ക് എൻട്രി ചെയ്യിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? അപ്പോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താ കാണുന്നത് ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക്? എലമെന്റ് വാട്ടർ ഡയറക്ഷൻ. അതാണ് കാണുന്നത്, അതല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒറ്റ മിനിറ്റ്. അതാണ് ഇടയിൽ എന്ന് വെച്ചാല് ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്ത ആളായതുകൊണ്ട് ഇങ്ങനെ ഇടയിലേക്ക് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഒറ്റ മിനിറ്റ്. ഇനി നമ്മൾ 9 മണിക്ക് ശേഷമൊക്കെ ആൾക്കാർ വന്നാലേ കേറ്റണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ സമയം ആക്കൂടി 1 മണിക്കൂറാണ്. അതിന്റെ ഇടയിൽ ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ എക്സിറ്റ് ആയിട്ട് വരാം. സാർ കേൾക്കുന്നുണ്ട്.
സാർ ഞാനേ അല്ല സാർ ഞാന് പുറത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വീട്ടിലെത്തിയപ്പോഴാണ് കണക്ട് ആയത്. പുറത്തായിരുന്നു, അപ്പൊ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല നെറ്റ്. ആ ഓക്കെ. ക്ലാസ്സില് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വേഗം വീട്ടിലെത്താൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ കണക്ട് ആയില്ല. ഇപ്പൊ കണക്ട് ആയി വീട്ടിലെത്തിയപ്പോ. ഓക്കെ ഓക്കെ സാർ, സോറി. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. ഇല്ല സാർ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പുറത്തായതുകൊണ്ട് വീട്ടിലെത്താനും കഴിഞ്ഞില്ല. അതുകൊണ്ടുള്ള ഒരു മിസ്റ്റേക്ക് വന്നതാണ്. എനിക്കിവിടെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുകൂടെ നോക്കട്ടെ. സർ ഒന്നുകൂടെ എല്ലാവരും കേറണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്കിവിടെ സ്ക്രീൻ ഷെയറിംഗ് ആവുന്നില്ല. സാറേ എല്ലാരും പിന്നെ ഒന്നും കൂടി കേറണോ? എന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ 2 പ്രാവശ്യം എക്സിറ്റ് ആയിട്ട് വന്നതല്ലേ. അതല്ല സർ, ഒന്നും കൂടെ എല്ലാവരും കട്ടായിട്ട് ലിങ്ക് കേറിയിട്ട്. ഞാനിപ്പോ കട്ട് ചെയ്തിട്ട് കയറിയതാണ്. ഞാനാണല്ലോ ഷെയർ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് പറ്റാത്തത്. ഒരു മിനിറ്റ്, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യാതെ ഞാൻ ചെയ്തോട്ടെ. നിങ്ങൾക്ക് എന്നിട്ട് ആ സ്ക്രീൻ വന്നിട്ട് ഞാൻ മുർഷിദ മാമിന് അയച്ചു കൊടുക്കാം.
അവര് നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ സർ. ഓക്കെ മതി സാർ മതി. അങ്ങനെ ഓക്കെ സർ. ആ വന്നു തോന്നുന്നു. വന്നു. ഓക്കെ. ആ അപ്പൊ നമുക്ക് എലമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, വാട്ടർ എലമെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഡയറക്ഷൻ നോർത്ത് ആണ്, സീസൺ എന്നുള്ളത് വിന്റർ ആണ്, ക്ലൈമറ്റ് കോൾഡ് ആണ്, സെൻസ് ഓർഗൻ എന്നുള്ളത് ഇയർ ആണ്. അതിന്റെ സെൻസ് എന്ന് പറയുന്നത് കാതിന് ഹിയറിംഗ് ആണ്, ടിഷ്യൂസ് ബോൺ ആണ്, കാരണം വാട്ടർ ആണ് ബോണിനെ കൺട്രോൾ ചെയ്യുന്ന അറിയാം. പോസിറ്റീവ് എമോഷൻസ് കറേജ് ആണ്, ധൈര്യം ഉണ്ടാവും, ലോയൽ ആയിരിക്കും, വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ, ഫാമിലിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, പൊതുവെ വാട്ടർ പ്രോപ്പർ ആയിട്ടുള്ള ആളുകൾ. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഫിയർ ആണ്, അതേപോലെ തന്നെ ലോയൽ ആയിരിക്കില്ല. ഓക്കെ. ഫ്ലേവർ സാൾട്ടി ആണ്, കളർ ബ്ലാക്ക് ആണ്, പെയിൻഫുൾ സൗണ്ട്, അതായത് വേദന കൊണ്ടുള്ള മുരൾച്ചയാണ് അതിന്റെ സൗണ്ട്. മറ്റേ അളിഞ്ഞ സ്മെല്ലാണ്. ടൈം എന്ന് പറയുന്നത് ഈവനിങ് 5 to 7 PM ആണ്. ഓപ്പോസിറ്റ് ഓർഗൻ എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡർ ആണ്. പൊളാരിറ്റി വന്നിട്ട് കിഡ്നി എന്ന് പറയുന്നത് ഇന്നാണ്. അതിന്റെ മറ്റേ പാത്വേ എന്ന് പറയുന്നത് കാലിൽ നിന്നും ശരീരത്തിലേക്കാണ് ഇതിന്റെ സഞ്ചാരപാത. മൊത്തം 27 പോയിന്റ് ആണുള്ളത്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് K1 ആണ്, ജിങ്വൽ പോയിന്റ്സ് ആണ് കിഡ്നി മെറീഡിയന്റെ. അതുകൊണ്ട് തന്നെ കോൺഷ്യസ് റീസ്റ്റോർ ചെയ്യാൻ വളരെ നല്ലതാണ്. ഈ K1 ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല മെഡിക്കൽ ഡോക്ടേഴ്സും അല്ലാത്ത ആളുകളും തന്നെ കോമ സ്റ്റേജിൽ വന്നിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ ഈ പോയിന്റിലൂടെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ കോൺഷ്യസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, കോൺഷ്യസിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള പോയിന്റ് ആണ്. ലൊക്കേഷൻ നിങ്ങൾക്കറിയാം, കാലിലെ 2ാമത്തെയും 3ാമത്തെയും വിരലുകളുടെ നേരെ താഴെ, കാൽ വിരലുകളൊക്കെ മറക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴി, അല്ലെങ്കിൽ കാല് തന്നെ നോർമൽ ആയിട്ടുള്ളവർക്ക് ആ ഭാഗത്ത് പൊന്തി നിൽക്കുന്നുണ്ടാവും. അവിടെ നടക്കുന്ന സമയത്ത് കല്ലോ എന്തെങ്കിലും തട്ടിയാൽ തന്നെ നല്ല പെയിൻ ആയിരിക്കും. ആ സ്ഥലമാണ് K1 എന്നുള്ളത്. നിങ്ങൾ ആൾറെഡി ഇത് പഠിച്ചിട്ടുള്ളതാണ്, കാരണം ഇത് ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിൽ വരുന്ന പോയിന്റ് ആണ്. സോ ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കോൺഷ്യസ് റീസ്റ്റോർ ചെയ്യാൻ പറ്റും, കാരണം ജിങ്വൽ പോയിന്റ് ആണ്. ഹെഡ് ഏക്കിന് നല്ലതാണ്, പെയിൻ ഓഫ് ദ നെക്കിന് നല്ലതാണ്, ഡിസിനസിന് നല്ലതാണ്, ഇൻഫന്റൈൽ കൺഫ്യൂഷൻസിന് നല്ലതാണ്, മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ പോയിന്റ്സ് നല്ലതാണ്. വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്, വോമിറ്റിങ്ങിന് നല്ലതാണ്. അതേമാതിരി ത്രോട്ടിലെ ഫാരിങ്സിൽ ഉണ്ടാവുന്ന സ്വെല്ലിങ്ങിനും, അതേമാതിരി തന്നെ നാക്കിലെ ഡ്രൈനെസ്സിനും, പെയിൻഫുൾ യൂറിനേഷൻ, കോൺസ്റ്റിപ്പേഷൻ, അതേമാതിരി തന്നെ പാദങ്ങളിൽ ഉണ്ടാവുന്ന ഹോട്ട് സെൻസേഷൻ ഒക്കെ തന്നെ ഈ പോയിന്റ് ഉപയോഗിക്കാം. ഇതിന്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ജിങ്വൽ എല്ലാം തന്നെ എന്താണ്, ഹീറ്റിനെ ക്ലിയർ ചെയ്യുന്ന പോയിന്റ് ആണ്. ഡിസെൻസ് എക്സസ് എബോവ്, മറ്റേ എന്താ പറയുക, ചൂടിനെ കുറയ്ക്കുന്ന പോയിന്റ് ആണ്. ക്ലിയേഴ്സ് ഹീറ്റ്, കാംസ് ദ ഷൻ, ടോണിഫൈസ് ദ ഇൻ, ക്ലിയേഴ്സ് ദ എംപ്റ്റി ഹീറ്റ്. ഹീറ്റിനെ മാറ്റാൻ വളരെ നല്ല പോയിന്റ് ആണിത്. അത് മാത്രമല്ല, കിഡ്നി 1 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ലിവർ യാങ്, അതായത് ലിവറിൽ ഹീറ്റ് കൂടുതലാണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ, അത് വിത്ത് ഫയർ ആയാലും ശരി, വിത്ത് വിൻഡ് ആണെങ്കിലും ശരി, ലിവറിൽ യാങ് കൂടുതൽ, ലിവറിൽ യാങ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ലിവറിൽ ചൂട് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണിന് ചോപ്പ് വരിക, ചൊറിച്ചിൽ വരിക, അല്ലെങ്കിൽ ചൊറിച്ചിലും ചുമപ്പും കൂടി വരിക, ഇങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ വന്നിട്ട് വളരെ നല്ല പോയിന്റ് ആണ് കിഡ്നി 1 എന്നുള്ളത്. ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. അടുത്തത് K2 എന്നുള്ള പോയിന്റ് ആണ്, 2ാമത്തെ പോയിന്റ് ആണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെറീഡിയൻ പാത്വേ പറയുന്ന സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് നിങ്ങൾ മറന്നുപോയി. ഓക്കെ, എന്റെ മൗസ് കാണുന്നുണ്ടാവും. നിങ്ങൾ മെറീഡിയന്റെ നമ്മൾ ആദ്യം ഇട്ട ചിത്രത്തിൽ കണ്ടപ്പോൾ മെറീഡിയൻ തുടങ്ങുന്നത് മറ്റേ നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറുവിരലിന്റെ നമ്മൾ UV67 അല്ലാതെ മറ്റേ ഭാഗത്ത് എങ്ങനെയാണോ സ്മാൾ ഇൻഡസ്ട്രിയൻ ഫിംഗറിൽ ഹാർട്ടും സ്മാൾ ഇൻഡസ്ട്രിയനും തുടങ്ങിയത്, അതേമാതിരി ജിങ്വൽ പോയിന്റ് UV67 ഇപ്പുറത്തുനിന്നുള്ള മറ്റേ ഒരു കോർണർ ഉണ്ട്. ആ കോർണറിൽ നിന്ന് ഒരു നേരെ വര വരച്ചിട്ട് നമ്മൾ ആംഗിളിലേക്ക് വരഞ്ഞു കഴിഞ്ഞാൽ K1 കൂടി ടച്ച് ചെയ്തിട്ട് ഈ വര ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ആണ് ബോണിന്റെ ഇരുനിറം ചേരുന്ന ഭാഗത്താണ് K2 വരിക. ചില ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ഈ K1 വന്നിട്ട് റെഗുലർ ആയിട്ട് നീഡിൽ ചെയ്യാൻ റെക്കമെൻഡഡ് അല്ല, എമർജൻസിക്കാണ് യൂസ് ചെയ്യാൻ പറയാം. അതല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് K1 ഉപയോഗിക്കാൻ വന്നിട്ട് UV67 എന്ന് പറയുന്നത് ചെറുവിരലിന്റെ ആന്റീരിയർ സൈഡിലുള്ള നെഗക്കോണിലാണ്. അതിന് പകരം മീഡിയൽ സൈഡിൽ, അല്ലെങ്കിൽ 4ാമത്തെ ഫിംഗറിന്റെ നെഗക്കോണിലുള്ള ഭാഗത്തേക്ക് ആരോ ഇപ്പൊ കയറി വന്നിട്ടുണ്ടല്ലോ.
ഓക്കെ. നഗക്കോണിലും നമുക്ക് K1 ഉപയോഗിക്കാന്നാണ് പറയാറുള്ളത്. അപ്പൊ K2 എന്നുള്ളത് K1 എന്ന് അതേ മറ്റേ UB67 അല്ലെങ്കിൽ ഇപ്പുറത്തെ ഫിംഗറിനോ ഒരു വര K1 കൂടെ നേരെ വരഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കാൽപാദത്തിൽ ഇരുനിറം ചേരുന്ന ഭാഗത്ത് ബോണിന്റെ ഭാഗത്ത് വരുന്ന പോയിന്റ് ആണ് K2. ഇതും വന്നിട്ട് ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിലെ സെക്കൻഡ് പോയിന്റ് ആണ്. ഇൻമെറീഡിയൻ ആയതുകൊണ്ട് ആദ്യത്തെ പോയിന്റ് എപ്പോഴും വുഡ് ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ക്രിയേറ്റീവ് സൈക്കിൾ ആണ്. അപ്പൊ K2 എന്ന് പറയുന്നത് ഫയർ പോയിന്റ് ആണ്. പക്ഷെ ഇത് ഇൻസ്പ്രിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഹീറ്റിനെ ക്ലിയർ ചെയ്യാനാണ് ഫസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊലാപ്സ് ഓഫ് യൂട്രസ് പ്രൊലാപ്സിന് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ സ്ത്രീകളിലെ ജനനേന്ദ്രിയങ്ങൾ ഉണ്ടാവുന്ന ഇച്ചിങ്ങിന് ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഇറഗുലർ മെൻസ്ട്രേഷൻ ഉപയോഗിക്കാം. അതേമാതിരി തന്നെ വൈറ്റ് ഡിസ്ചാർജിന്റെ ഒപ്പം ബ്ലഡ് സ്പോട്ട്സും കൂടി ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന മറ്റേ പൊക്കിളിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന പഴുപ്പിനും ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ നമ്മുടെ ജോ, താഴത്തെ ജോ ചില ആളുകളിലേക്ക് വീക്ക്നെസ് ഉണ്ടാവും. നോർമലി അങ്ങനെ വീക്ക്നെസ് വരാറില്ല. പക്ഷെ ഈ മറ്റേ റൂട്ട് കനാലോ അല്ലെങ്കിൽ മറ്റേ ഇവിടെ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ടുള്ള ആളുകളിലൊക്കെ ഈ താഴത്തെ ജോ വീക്ക് ആവാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ജോ ലോക്കാവും. അങ്ങനെ ജോ ലോക്ക് ആയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒരു ഡെന്റലിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ വായറിനകത്ത് കൈ വിട്ടിട്ട് ആ ജോനെ റിലീസ് ചെയ്ത് ഭയങ്കര വേദനാജനകമാണ്. കാരണം നിങ്ങൾക്ക് തുറന്ന വായ അടയ്ക്കാൻ പറ്റില്ല, കൂടുതൽ തുറക്കാനും പറ്റില്ല. അങ്ങനെ ഒരു ലോക്കാണത്. അനുഭവിച്ചവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതേമാതിരി തന്നെ മറ്റേ ഡയബറ്റീസിന് ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ കാലിലെ വേദനകൾക്ക് നല്ലതാണ്. ശീഘ്രസ്ഖലനത്തിനും ഈ പോയിന്റ് നല്ലതാണ്. ഹീറ്റിനെ കുറയ്ക്കുന്നു. അതേമാതിരി തന്നെ ലോവർ ജിയോനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ് K2 എന്നുള്ളത്. നിങ്ങൾ മുകളിലത്തെ ചിത്രവും താഴത്തെ ചിത്രവും പ്രത്യേകം ശ്രദ്ധിക്കുക. പല സമയത്തും പലർക്കും കൺഫ്യൂഷനാണ് ഈ SP4ഉം K2ഉം തമ്മിൽ. രണ്ടും രണ്ട് ബോണിന്റെ അപ്പുറത്തെ ഇപ്പുറത്താ. ഓക്കെ, ഒരു നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം LI2ഉം LI3 ഒക്കെ എടുക്കുന്നത് പോലെ SP2ഉം SP3ഉം എടുക്കുന്നത് പോലെ അത് ഒരേ മെറീഡിയനിലായതുകൊണ്ട് എളുപ്പം പറ്റി. അതേപോലെ ഈ SP4 എന്ന് പറയുന്നത് ആ SP3 കഴിഞ്ഞ് വരുന്ന ഒരു ജംഗ്ഷനാണ്. ഓക്കെ, അത് SP4 ആണ്. ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് K2 വരുന്ന പോയിന്റ്. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. എപ്പോഴും നേരിട്ട് പോയിട്ട് ഒരു ലൊക്കേഷൻ കണ്ടത് നീഡിൽ ചെയ്യരുത്. എപ്പോഴും അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ട് അവിടുത്തെ ടെൻഡർനെസ് റിലീസ് ചെയ്ത ശേഷം നിങ്ങൾ നീഡിൽ ചെയ്യാൻ ശ്രമിക്കുക. അതേമാതിരി തന്നെ കഴിയുന്നതും നീഡിൽ ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാവണം. ആ വേദന ഉണ്ടെങ്കിലുള്ളതാണ് ശരിക്കും നമുക്ക് പോയിന്റ് ഫങ്ഷൻ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ആ പോയിന്റ് നിങ്ങൾ സാധാരണ ഇപ്പം മറ്റേ ഒരു സ്ഥലത്ത് ഒരു അപകടം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് ഇഷ്യൂസ് ആയിട്ട് വരുമ്പോൾ ആ സ്ഥലം ദയവായിട്ട് ഓപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് K2 ചെയ്യണം. അവർക്ക് നോർമലി K2വിന്റെ അവിടെ ഒന്നും പെയിൻ ഇല്ല. പക്ഷെ നിങ്ങൾ തൊട്ടപ്പം മാത്രം പെയിൻ ആണെങ്കിൽ ഉപയോഗിക്കാം. അതേ സമയത്ത് അവർ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഇടിച്ചതാണ്, വീണതാണ്, ആ ഭാഗത്ത് പെയിൻ ഉണ്ടെങ്കിൽ ദയവായിട്ട് TCM തന്നെ പറയുന്നതാണ്, ഒരിക്കലും നേരിട്ട് അവിടെ പോയി ചെയ്യരുത്. ഡിജിറ്റൽ പോയിന്റ്സ് ഉപയോഗിക്കണം. കാരണം അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവാം. ആ ഇഷ്യൂസ് എന്താണെന്ന് അറിയാതെ നേരിട്ട് അവിടെ പോയി ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ക്ലിയർ? ഓക്കെ ആണോ? സാർ ഒരു സംശയം. സാർ ഒരു സംശയം. പറയൂ സാർ, കേൾക്കുന്നു. നമ്മള് ആഷി പോയിന്റ് എന്ന് പറയാറില്ല സാർ? അതെ. ഇത്തരം ഭാഗങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ആ ഭാഗത്തുള്ള അതിന് ചുറ്റുഭാഗത്തുള്ള ഈ മെർഡിയൻ പോയിന്റ് ആണോ അതോ നമുക്ക് വേദന അനുഭവപ്പെടുന്ന ഭാഗമാണോ അതിന് ഉദ്ദേശിക്കുന്നത്? അതായത് രണ്ട് തരത്തിലാണ് ഇത് എടുക്കാറ്. ഒന്ന്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു ക്ലയന്റ് വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആഷി പോയിന്റ്സ് ഉപയോഗിക്കാൻ TCM റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ളതൊന്നും ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ മാത്രം ആഷി പോയിന്റ്സ് എടുക്കാൻ പറയാ. അങ്ങനെ ആഷി പോയിന്റ്സ് എടുക്കുന്ന സമയത്ത് ആളുടെ അവിടെ ഒരു പെയിൻ ആയിട്ട് അവർ തന്നെ പറയാണ് ഇവിടെ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വേദനയുള്ള സ്പോട്ടിനെ ആദ്യം ചെയ്യരുത്. അതിന്റെ ചുറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് മെറീഡിയൻ നോക്കേണ്ട ആവശ്യമില്ല.
അതല്ലാണ്ട് നിങ്ങൾ നീഡിൽ ചെയ്യുന്ന സമയത്ത് വെറുതെ അമർത്തി നോക്കുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് ഒരു വേദനയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അമർത്തിയപ്പോൾ അവിടെ ഭയങ്കര വേദനയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ ചെയ്യാം. ആ പോയിന്റ് ഓക്കെ ഓക്കെ മനസ്സിലായോ? ഓക്കെ, ഓക്കെ ഓക്കെ മനസ്സിലായി. അല്ലാണ്ട് വേദനയോടുകൂടി വരുന്ന സ്ഥലം ആഷി പോയിന്റ് അല്ല. നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ വേദനിക്കുന്ന സ്ഥലമാണ് ആഷി പോയിന്റ് ശരിക്കും. ഓക്കെ 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 ക്ലിയർ. അടുത്തത് K3 എന്നുള്ള പോയിന്റ് ആണ്. ഇൻ മെറീഡിയൻ ആണ്, എർത്ത് പോയിന്റ് ആണ്. ഇൻ മെറീഡിയനിലെ എർത്ത് പോയിന്റ് എല്ലാം യുവാൻ സോഴ്സ് പോയിന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എനർജി എക്സസ് യുവാൻ ചി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സസ് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഭാഗം ഏത് മെറീഡിയനിലും ആ എലമെന്റിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യുവാൻ സോഴ്സ് പോയിന്റ്സ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നെല്ലുലോസ് ബോണിന്റെ നേരെ ബാക്കിൽ ആ ലാസ്റ്റ് വരുന്ന ടെൻഡനും ബോണിന്റെയും ഇടയിൽ വരുന്ന പോയിന്റാണ്. പക്ഷെ ഈ പോയിന്റ് പൊതുവെ നമ്മൾ നീഡിൽ ചെയ്യാൻ മധ്യഭാഗത്താണ് പ്രിഫർ ചെയ്യുക. എന്നിരുന്നാലും നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിയിട്ട് അവിടെ K3യുടെ ഭാഗത്ത് പെയിൻ വരുന്ന ഭാഗത്ത് ചെയ്യുക. ഒരു കാരണവശാലും ഇവിടെ നീഡിൽ ചെയ്യുമ്പോൾ ബോണിന്റെ അടുത്ത് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം അവിടെ ടെൻഡൻസ് ഒക്കെ ഉള്ളതാണ്. ടെൻഡൻസിന് ടിയർ വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും സേഫർ സൈഡിൽ മധ്യഭാഗത്ത് ചെയ്യാൻ പറയുന്നത്. അതായത് മെല്ലുലാസ് ബോണിന്റെയും ഈ നമ്മുടെ കാലിന്റെ എഡ്ജിന്റെയും മധ്യഭാഗത്ത് ചെറിയൊരു കുഴിഞ്ഞ ഭാഗം ഉണ്ടാവും. അതിന്റെ മധ്യഭാഗമാണ്, അത് സേഫർ സൈഡാണ്. ഓക്കെ, അവിടെയും നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിയിട്ട് വേണം നീഡിൽ ചെയ്യാൻ. എപ്പോഴും ഒരു ഹാർഡ് സെൻസേഷൻ, ഒരുപാട് ഹാർഡ് സെൻസേഷൻ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രസ് ചെയ്ത് ആ ഹാർഡ് സെൻസേഷൻ ഒന്ന് മൈൽഡ് ആക്കിയിട്ട് നീഡിൽ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടത്വത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ സീഗ്ലസ് സ്ഖലനത്തിനും മറ്റും നല്ലതാണ്. അതേമാതിരി തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ടെൻഡൻസി ഉള്ള ആളുകൾക്ക് ഈ പോയിന്റ് നല്ലതാണ്. അത് അവരോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗം പ്രസ് ചെയ്യാൻ പറയാം. കാരണം ഡെഫിഷ്യൻസി പാറ്റേൺ, അതായത് അവിടെ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ലാണ്ടാവുകയാണ്. അപ്പൊ ഡെഫിഷ്യന്റ് ആണ്. മറ്റേ എക്സസ് ആണെങ്കിൽ കപ്പാസിറ്റി കൂടും. അപ്പൊ ആ ഡെഫിഷ്യൻസി പാറ്റേൺ ആണ് ഈ ഫ്രീക്വന്റ് യൂറിനേഷൻ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ നീഡിൽ ചെയ്യുക. അതിനൊപ്പം അവരോട് അവിടങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മസാജ് ചെയ്യാനും പ്രസ് ചെയ്യാനും പറഞ്ഞു കൊടുക്കുക. ഡെഫ്നെസ്സിന് നല്ലതാണ്. കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേൾവി കുറവിനും ഈ പോയിന്റ്. പറഞ്ഞോളൂ സാർ. K3 നീഡിൽ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ചെയ്യണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ഇല്ല, അങ്ങനെ പറയുന്നില്ല കേട്ടോ. നമുക്കിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അല്ല, പുരുഷൻ അതിൽ അവർ പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ സംശയം ചോദിച്ചിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് രണ്ട് കാലിലും ചെയ്യണം എന്ന് പറയുന്നത് വെച്ചാല്, ഒന്ന് ഈ മറ്റേ ഹോട്ടും ഒന്ന് ഓർഗനാണ് നമ്മുടെ കിഡ്നി. അതുകൊണ്ട് തന്നെ പുരുഷൻക്ക് വലത് കാലില് ഹോട്ടും ഇടത് കാലില് കോൾഡും, സ്ത്രീക്ക് ഇടത് കാലില് ഹോട്ടും ഇടത് കാലില്. അപ്പൊ ശരീരത്തിന് ഹീറ്റ് സംബന്ധമായിട്ടോ കോൾഡ് സംബന്ധമായിട്ടോ ആണെങ്കിലും ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് രണ്ട് ഭാഗത്തും ചെയ്യണം എന്ന് പറയാറുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഇതുണ്ടോ? മേ ബി അത് ഓരോരുത്തരുടെ കൺസെപ്റ്റ് ആണ്, പറയാൻ പറ്റില്ല, എനിക്ക് അതറിയില്ല. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ എവിടെയാണോ കൂടുതൽ പെയിൻ ആ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതേമാതിരി തന്നെ ഞാൻ കാലിൽ റിഫ്ലക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗൺ ചെയ്യും, മറ്റേ റിഫ്ലക്സ് ചെയ്യുന്ന സമയത്ത് ഈ അതായത് നമ്മളുടെ ഇടത് കാലിലാണ് വരുന്നതെങ്കിൽ അത് സ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടും വലത് കാലിൽ വരുമ്പോൾ മസിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിറയെ പെയിൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. ഞാൻ ഓരോ പേഷ്യൻസ് വരുമ്പോഴും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ വരാറ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വേരിയേഷൻ ഞാൻ അവിടെ കണ്ടിട്ടില്ല. അത് ലേഡീസ് ആണ്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ല, ലേഡീസ് ജെന്റ്സ് ആണ് വ്യത്യാസം നോക്കാറില്ല അല്ലേ? ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. ഈ ഒരു പെയിനിന് മാറ്റമില്ല, സെയിം ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. മസിൽ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ അവർക്ക് വന്നിട്ട് മറ്റേ വലത് സൈഡിൽ പെയിൻ കൂടുതലായിരിക്കും. ഇടത് കാലില്. ഓക്കെ. വലത് ഇടത് കാലിലാണെങ്കിൽ സ്ട്രെച്ചർ ആണെങ്കിൽ ഇടത് കാലിൽ അല്ലേ? അതെ. ഓക്കെ. സ്ട്രെച്ചർ. ഓക്കെ ഓക്കെ. അതെ. ഓക്കെ.
അപ്പം ഓക്കെ നമ്മുടെ ഇറഗുലർ മെൻസ്ട്രേഷന് ലുംബാർ ഏരിയയിൽ ഉണ്ടാവുന്ന പെയിൻ, ആക്ച്വലി കിഡ്നി മെറീഡിയനിലെ ഒട്ടുമിക്ക പോയിന്റ്സും ലുംബാർ ഏരിയന്റെ ഇഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റുകളാട്ടോ. അതേമാതിരി ഹെഡ് ഏക്കിന് ഈ പോയിന്റ് നല്ലതാണ്, ഡിസിനസിന് നല്ലതാണ്, ബ്ലർ വിഷന് നല്ലതാണ്, പല്ലുവേദനയ്ക്ക് ഈ പോയിന്റ് നല്ലതാണ്, പാരൻസിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ്, കഫ്, ആസ്മ, ഡയബറ്റീസിന് നല്ലതാണ്. അതായത് ലങ്ങിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഇൻസോമേനിയയ്ക്ക്, ഉറക്കക്കുറവിന് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഓക്കെ, ഫംഗ്ഷൻ താഴെ എഴുതിയിട്ടുണ്ട്. ടോണിഫൈസ് ദ കിഡ്നി, നമ്മൾ പറഞ്ഞല്ലോ യുവാൻ സോഴ്സ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ കിഡ്നീനെ ടോണിഫൈ ചെയ്യാൻ ഡെഫിഷ്യൻസി ഫാറ്റിൽ വളരെ നല്ലതാണ്. ഇൻ ആൻഡ് യാങ്ങിനെ സപ്പോർട്ട് ചെയ്യും. സ്ട്രെങ്തൻ ദ ലോവർ ബാക്ക്, റിലീവ്സ് ഹീൽ ആൻഡ് ആംഗിൾ പെയിൻ, അതായത് കുതികാല് വേദനയ്ക്കും അതേമാതിരി ഇതിൽ ആംഗിളിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന വേദനകൾ മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ലൊക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേ കാണിച്ചു തന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചോദിച്ചു. അത് കഴിഞ്ഞാൽ K4 എന്നുള്ള പോയിന്റ് ആണ്. ഇത് കിഡ്നി മെറീഡിയനിലെ ലൂ കണക്ടിങ് പോയിന്റ് ആണ്. അതായത് കിഡ്നി മെറീഡിയനിൽ നിന്ന് യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് ഫ്രീക്വന്റ് യൂറിനേഷനും അല്ലെങ്കിൽ മറ്റേ യൂറിനറി ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് കിഡ്നിയിൽ നിന്നുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ വളരെ നല്ല പോയിന്റ് ആണ് ഈ K4 എന്നുള്ളത്. ഓക്കെ, ലൂ കണക്ടിങ് പോയിന്റ് ആണ്. റിട്ടൻഷൻ ഓഫ് യൂറിൻ, അതായത് മൂത്രം പോകാൻ പറ്റാതെ തടഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ ബ്ലാഡർ ഫുള്ളായി പക്ഷെ നിങ്ങൾക്ക് യൂറിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കേസസിൽ. അതേമാതിരി തന്നെ പെയിൻഫുൾ യൂറിനേഷന്, കോൺസ്റ്റിപ്പേഷന്, അതേമാതിരി തന്നെ ആസ്മയ്ക്ക്, മറ്റേ എന്താ പറയുക ഹീൽ ഉണ്ടാവുന്ന പെയിനെല്ലാം തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് K3യിൽ നിന്നും 0.52 താഴെയാണ്, പക്ഷെ നേരെ താഴെയല്ല, ഒരു പൊടിക്ക് മാറിയിട്ടാണ്. ഓക്കെ, 0.52 താഴെയായിട്ടും ഈ നമ്മുടെ എന്താ പറയുക ടെൻഡൻ അവിടെ നിങ്ങൾ പിടിക്കുന്ന സമയത്ത് ഒരു ബോൺ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡൻ കിട്ടും. അതിന്റെ കുറച്ച് K3 നിന്നും കുറച്ച് മാറിയിട്ടാണ് പൊതുവെ എഴുതുമ്പോൾ K3 നിന്ന് 0.52 എന്നാണ് പറയാറ്. പക്ഷെ നേരിട്ടല്ല അത് എടുക്കേണ്ടത്. നിങ്ങൾ അവിടെ ഇഷ്യൂസ് ആ പോയിന്റിനെ നീഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിന്റിൽ പെയിൻ തോന്നും. അതേമാതിരി നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ K3യോ K4ഓ തന്നെ ഇടുകയാണെങ്കിൽ പോലും അവിടെയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ അറിയാമല്ലോ. ആ പോയിന്റ്സ് ഒക്കെ ലൊക്കേഷൻ ശരിയാണോ, അവിടെ വേദനയുണ്ടോ എന്നുള്ളത് നിങ്ങൾ വെറുതെ പോയിന്റിനെ ഇടേണ്ട പോയിന്റ് മാത്രമല്ല അതിന്റെ ചുറ്റുമുള്ള 1-2 പോയിന്റിനും കൂടെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ പറ്റും. പലതും പുസ്തകത്തിൽ എഴുതിയ പോലെ മാത്രം എടുത്താൽ പോരാ എന്നുള്ളത്. ഓക്കെ, അതിനാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് SP6ഉം TW6ഉം പറയണത്. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോയിന്റ് ആണ്. പല ക്ലയൻസും നിങ്ങൾ മെഷർമെന്റ് എടുക്കുന്നതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതൽ പോകേണ്ടി വരും. അത് ഓരോ പ്രകൃതിയും പിന്നെ കാലക്രമേണ ജനങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ശരീരത്തിനകത്ത് കാണാറുണ്ട്. ചില ആളുകൾക്ക് 3 ചൂണ്ടിൽ തന്നെ കിട്ടും, പക്ഷെ ഒട്ടുമിക്ക ആളുകളും നമ്മളിവിടെ മറ്റേ 3 ചൂണ്ട് കഴിഞ്ഞിട്ടാണ് ഈ SP6ഉം കിട്ടുന്നത്, TW6ഉം കിട്ടുന്നത്. അപ്പൊ ഈ ഒരു 2 പോയിന്റിന് കണ്ടുപിടിച്ചുവെങ്കിൽ നമ്മൾ എല്ലാ പോയിന്റ്സും നീഡിൽ ചെയ്യുമ്പോൾ വെറുതെ ലൊക്കേഷൻ മാത്രം നോക്കി ചെയ്യാതെ ആ ഭാഗത്തിന് പ്രസ് ചെയ്ത് നോക്കിയ ശേഷം ചെയ്യുക. അത് സുജോക്ക് ആണെങ്കിൽ ശരി, ഓറിക്കുലറിലാണെങ്കിൽ ശരി, സ്കാൽപ്പിലാണെങ്കിലും ശരി, ബോഡി അക്യുപഞ്ചർ ആയിക്കോട്ടെ, ടുങ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, യു സ്റ്റാർട്ട് പ്രസ്സിങ് ദയർ, പമ്പിങ് പ്രഷർ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് കൺഫർമേഷൻ ആയ ശേഷം മാത്രം നീഡിൽ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് മോർ റിസൾട്ട് ദാൻ നോർമലി ചെയ്യുന്നതിനേക്കാൾ. ഓക്കെ, പിന്നെ കുറെ കാര്യങ്ങൾ ബോഡി നിങ്ങളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കാനും കുറേശ്ശെ പറ്റും. അടുത്തത് K5 എന്നുള്ള ആണ്. One of the medial aspects of the foot, posterior and inferior to the medial millas, one tune directly below kidney 3. ഈ K5 വന്നിട്ട് കിഡ്നി 3യിൽ നിന്നും ഒരു ചൂൺ നേരെ താഴെയാണ്. ഓക്കെ, അപ്പോൾ K3, K4, K5 ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കുലർ കിട്ടും. അപ്പൊ ഹീലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾ മറ്റുള്ള പോയിന്റ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് ഈ ഇതിനെ ട്രയാങ്കുലർ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ നീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടും. പൊതുവെ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം? ഇറഗുലർ മെൻസ്ട്രേഷന്, ഡിസ്മെനോറിയ, അമിനോറിയ, പ്രൊലാപ്സ് ഓഫ് യൂട്രസ്, യൂറിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. അതിന്റെ ഫംഗ്ഷൻ നോക്കൂ, റെഗുലേറ്റ്സ് മെനിസ്ട്രേഷൻ. അപ്പൊ മെനിസ്ട്രേഷനും അതേമാതിരി തന്നെ യൂറിനേഷനും. അപ്പൊ UTI ട്രാക്കിൽ വരുന്ന ഇഷ്യൂസിനും അതേമാതിരി തന്നെ മെൻസസ് സൈക്കിൾ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടിനും ബാക്കിയുള്ള പോയിന്റിന്റെ ഒപ്പം ഈ പോയിന്റ് വളരെ നല്ലതാണ്.
ഇത് സി ക്ലെഫ്റ്റ് പോയിന്റും കൂടിയാണ്. മെറീഡിയനിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനും ഈ പോയിന്റ് നല്ലതാണ്, സി ക്ലെഫ്റ്റ് പോയിന്റ്. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ K3, K4, K5. K3 K5ലേക്ക് ഒരു ചൂണാണ്, K3 K4ലേക്ക് ഹാഫ് ചൂണാണ്. പക്ഷെ അത് നേരെ അല്ല, ഒരു പൊടിക്ക് ബാക്കിലായിട്ടായിട്ടാണ്. നിങ്ങൾ അവിടെ പ്രസ് ചെയ്ത് നോക്കി നീഡിൽ ചെയ്യും. ക്ലിയർ ആയോ? അതേമാതിരി ഈ ആംഗിളിന് ചുറ്റും ഈ ആംഗിളിന് ചുറ്റുമുള്ള പോയിന്റ് ഒക്കെ വന്നിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജനനേന്ദ്രിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നല്ലതാണ്. ഈവൻ ജനനേന്ദ്രിയത്തിൽ വേദനയുണ്ട്, ഇച്ചിങ് ഉണ്ട്, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു K3, K4, K5, K6 കോമ്പിനേഷൻ ഇട്ടാലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തത് K6 എന്നുള്ള പോയിന്റ് ആണ്. Location on the medial aspect of the foot in the depression below the tip of the medial malleolus bone നേരെ താഴെയാണ് വരിക. K6 എന്ന് പറയുന്നത് മാസ്റ്റർ പോയിന്റ് ആണ്. LU7 ഒപ്പം കൂടെ നിങ്ങൾ നീഡിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷിയോ വെസൽ, എക്സ്ട്രാ ഓർഡിനറി വെസൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷിയോ വെസൽസിനെ നമുക്ക് ടോണിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന പോയിന്റ് ആണ്. ഇതിന് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഡ്രൈനസ് ആൻഡ് സോർനെസ് ഓഫ് ത്രോട്ട് ആണ്. ത്രോട്ടിൽ ഉണ്ടാവുന്ന ഡ്രൈനസിനും സോർനെസിനും ഒക്കെ ഈ പോയിന്റ് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്. റിട്ടൻഷൻ ഓഫ് യൂറിൻ റിട്ടൻഷനും ഈ പോയിന്റ് നല്ലതാണ്. ഈ ഡ്രൈനസ് ആൻഡ് സോർനെസ് ഓഫ് ത്രോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവർക്ക് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഡ്രൈനസ് വരികയും ത്രോട്ടിലേക്കൊക്കെ ഒരു സോർനെസ് ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ മാറാൻ ഈ പോയിന്റ് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നീഡിൽ ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. ഇറഗുലർ മെൻസ്ട്രേഷന് നല്ലതാണ്. വൈറ്റ് ഡിസ്ചാർജിനൊപ്പം ബ്ലഡിന്റെ സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. യൂട്രസ് പ്രൊലാപ്സിന് നല്ലതാണ്. ജനനേന്ദ്രിയത്തിലെ ഇച്ചിങ്ങിനും മറ്റും നല്ലതാണ്. എപ്പിലെപ്സിക്കും ഈ പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് ഉപയോഗിക്കാൻ പറ്റും. കിഡ്നിനെ നൊറിഷ് ചെയ്യുന്നു, ഹീറ്റിനെ ക്ലിയർ ചെയ്യുന്നു, ഇൻഷിയോ വെസൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ത്രോട്ട് ഐ ആയിട്ട് ബന്ധപ്പെട്ട് കണക്കുന്നു. ഷെന്നിനെ കാംനെസ് കൊണ്ടുവരുത്താൻ ഈ പോയിന്റ് നല്ലതാണ്. കിഡ്നി 6 എന്ന് പറയുന്നത് കിഡ്നിനെ നൊറിഷ് ചെയ്യാനുള്ള ഒരു നല്ല പോയിന്റാണ്. ഓക്കെ, നമുക്കിനി ഈ അടുത്ത പോയിന്റ്സ് എടുക്കണോ അതോ അടുത്ത മതിയോ? സമയം 9:30 എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു പോകാം. 27 ശരീരത്തിലോ സ്പരിക്കുന്ന സ്ഥലത്തോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അടുത്ത ക്ലാസ് K7 വരെ പോവാം. K7 വരെ പോവാം. ഓക്കെ, ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ, K6 ലൊക്കേഷൻ മനസ്സിലാവും. മെല്ലുലാസ് ബോണിന്റെ അവിടുന്ന് നേരെ താഴെയാണ്, അപ്രോക്സിമേറ്റ്ലി 0.5 ഓക്കെ, മെല്ലുലാസ് ബോണിന്റെ മധ്യഭാഗത്ത് അപ്രോക്സിമേറ്റ്ലി 0.5 നോക്കുക. എന്നിട്ട് ആ ബോണിന്റെ അവിടെ പാദത്തിന്റെ ബോണാണ്, അത് ഈ മെല്ലുലാസ് ബോണായിട്ട് ജോയിൻ ചെയ്യുന്നതാണ് വരിക. അവിടെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് പെയിൻ ഐഡന്റിഫൈ ചെയ്തിട്ട് നീഡിൽ ചെയ്യുക. ഓക്കെ, ആംഗിളിലൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ അവിടെ എന്തായാലും പെയിൻ ഉണ്ടാകും. അടുത്തത് K7 ആണ്. എന്റെ പേരിന്റെ ഷോർട്ട് ഫോമും കൂടിയാണിത്. ഓക്കെ, on the medial aspects of the lower leg, 2 tune directly above kidney 3. Kidney 3 അപ്രോക്സിമേറ്റ്ലി 2 ചൂൺ നേരെ മുകളിലായിട്ട് വരുന്ന പോയിന്റ് ആണ്. ജിങ് റിഗർ പോയിന്റ് ആണ്. അതേപോലെ തന്നെ മെറീഡിയനിലെ, അതായത് മുട്ടിനും ഈ ആംഗിളിനും ഇടയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക്, അത് പ്രത്യേകിച്ച് കിഡ്നി മെറീഡിയൻ പാസ് ചെയ്യുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കണ്ണുമടച്ച് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പോയിന്റ് ആണിത്. കാലിൽ ഉണ്ടാവുന്ന എഡിമയ്ക്ക് നല്ലതാണ്. അബ്ഡമനൽ ഡിസ്റ്റൻഷന് നല്ലതാണ്. ഡയറിയയ്ക്ക് നല്ലതാണ്. പനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന വിത്തൗട്ട് സ്വെറ്റിങ് അല്ലെങ്കിൽ എക്സസ് സ്വെറ്റിങ്ങിനൊക്കെ തന്നെ നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ രാത്രി വേർപ്പ് കൂടുതലുള്ളവർക്ക് ഉപയോഗിക്കാം. കാലിന്റെ അല്ലെങ്കിൽ ലോവർ എക്സ്ട്രിമിറ്റീസിന്റെ മൊത്തത്തിലുള്ള നംനെസ്സിനും വീക്ക്നെസ്സിനും ഈ പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ നീ പെയിനിനും ഈ പോയിന്റ് വളരെ നല്ല പോയിന്റാണ്. ഓക്കെ, സ്ട്രെങ്തേൺസ് ദ കിഡ്നി, റിസോൾവ്സ് ഡാംപ്നെസ്സിനെ മാറ്റാൻ നല്ലതാണ്. കിഡ്നിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. നമ്മുടെ വാട്ടർ പാസേജിനെ റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്വെറ്റിങ്ങിനെ റെഗുലേറ്റ് ചെയ്യും. എഡിമയ്ക്ക് വളരെ നല്ല പോയിന്റ് ആണ്. ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. കഫ് ആൻഡ് ആസ്മ ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് തണുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ശരി, ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചുമയ്ക്കും ബ്രീത്തിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ആസ്മയ്ക്കൊക്കെ ഈ K7 എന്നുള്ള പോയിന്റ് വളരെ നല്ലതാണ്. K3 നിന്നും 2 ചൂൺ മുകളിൽ വരുന്ന പോയിന്റ് ആണ്, നേരെ മുകളിൽ വരുന്ന പോയിന്റ്. ഓക്കെ,
എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.